ഈ 2-3-4 ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടും അത്രയും ഹാർഡ് വർക്ക് അവിടെ ഇട്ടിട്ടും എഫേർട്ട് ഇട്ടിട്ടും അത്രയും കഠിനമായിട്ട് പഠിച്ചിട്ടും കുട്ടികൾ ഫെയിൽ ചെയ്തു. വൈ? അവസാനത്തെ 2-3 മാസങ്ങളാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. നമ്മൾക്ക് NTA സൈറ്റിലുള്ള ഒഫീഷ്യൽ സൈറ്റിലുള്ള മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. ദേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്, പ്രവർത്തിക്കാനുള്ള സമയമാണിത്. സോ ടേക്ക് ആക്ഷൻ നൗ. ഹലോ, ഐ എം ബ്ലെസ്സി മരിയ ബിജു. നിങ്ങൾക്ക് എന്നെ BL എന്ന് വിളിക്കാം. ഫാക്കൽറ്റി ഓഫ് സുവോളജി ഫ്രം റേസ് എഡ്യൂക്കേഷൻ. 2025 നീറ്റ് ആസ്പിറൻസിന്, ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ സജഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റിഗാർഡിംഗ് ദ മോക്ക് ടെസ്റ്റ് ഓഫ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നൗ അവൈലബിൾ ഓൺ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് NTA. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ May 4 എന്ന് പറയുന്ന നമ്മുടെ എക്സാം ഡേറ്റിലേക്ക് ഇനി ബാക്കിയുള്ളത് 2 മാസമാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചിലപ്പം +2-നൊപ്പം എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കാം, ചിലപ്പോൾ റിപ്പീറ്റേഴ്സ് ആയിരിക്കാം, റിപ്പീറ്റേഴ്സോ സൂപ്പർ റിപ്പീറ്റേഴ്സോ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസോ ടീച്ചേഴ്സോ ആയിരിക്കാം. ഈ 2-3-4 ഇയേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടും അത്രയും ഹാർഡ് വർക്ക് അവിടെ ഇട്ടിട്ടും എഫേർട്ട് ഇട്ടിട്ടും അത്രയും കഠിനമായിട്ട് പഠിച്ചിട്ടും കുട്ടികൾ ഫെയിൽ ചെയ്യുന്നു. വൈ? It's because of the attitude or strategy that they are following during the last 2 or 3 months. എന്ന് വെച്ചാൽ അവസാനത്തെ 2-3 മാസങ്ങളാണ് ഇവിടുത്തെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. കാരണം ഈ ലാസ്റ്റ് മാസങ്ങളാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ആകെ മൊത്തം പരിഭ്രാന്തിയാണ്. ഒരുപാട് പഠിക്കാനുണ്ട്, അവർ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നും പഠിച്ചു തീർന്നിട്ടില്ല, ഇനിയും കുറേ പഠിക്കണം, പഠിച്ചതൊക്കെ മറന്നു പോയിരിക്കുന്നു, അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണം, കൂടെ കുറേ നെഗറ്റീവ് തോട്ട്സ് വരുന്നു. അങ്ങനെ ആകെ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഒരു സമയമാണ് ഈ ലാസ്റ്റ് 2 months എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് മാസങ്ങളിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്, അതായത് PYQസും മാക്സിമം മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ NTA മോക്ക് ടെസ്റ്റ് ഇപ്പം സൈറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ഹാർഡ് വർക്കിംഗ് ടൈമിൽ നമ്മൾ ഫോളോ ചെയ്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, നമ്മൾ NCERT പഠിക്കുന്നു, പറയുന്ന പോലെ ബിറ്റ്വീൻ ദ ലൈൻസും വിതിൻ ദ ലൈൻസ് ഒക്കെ നമ്മൾ NCERT മാക്സിമം റീഡ് ചെയ്യുന്നു, അതിൽ നിന്ന് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു, സ്റ്റിക്കി നോട്ട്സ് റെഡിയാക്കുന്നു, ഹൈലൈറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പഠിച്ചു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യാം എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് ആക്ച്വലി നമ്മൾ പഠിച്ചു പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അതിൽ MCQസും പെടും, അതുപോലെ PYQസും പെടും അല്ലേ. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു 80-90% ഓഫ് ദ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ആളുകളും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ദ ടൈം ടു റിവേഴ്സ് യുവർ സ്ട്രാറ്റജി. ഈ ഒരു ലാസ്റ്റ് 2 months ആകുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി റിവേഴ്സ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. MCQസും PYQസും. PYQസ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക? PYQസ് നമ്മളെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ മാക്സിമം MCQസിൽ നമ്മൾ എസ്പെഷ്യലി മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത്. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ അത് പ്രോപ്പർ ആയിട്ടുള്ള ടൈം മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. ആൻഡ് സോ നിങ്ങൾ റിവേഴ്സ് ചെയ്ത് പഠിക്കാനുള്ള ടൈമായി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ടുള്ള പോർഷൻസ് വരും. ആ ആൻസർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആ കൺഫ്യൂഷനുള്ള ആ നോട്ട്സ് ഒന്ന് നോക്കുക. ഇനിയും ക്ലാരിറ്റി വേണമെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന NCERTയിലെ ഭാഗം നമ്മൾ വായിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. അപ്പം നമ്മൾക്ക് NTA സൈറ്റിലുള്ള ഒഫീഷ്യൽ സൈറ്റിലുള്ള മോക്ക് ടെസ്റ്റ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ നീറ്റ് 2025 NTA മോക്ക് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒഫീഷ്യൽ സൈറ്റിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ ഒരു സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ആൻഡ് ആ സൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു പോർട്ടൽ ഓപ്പൺ ആയി വരും. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനൊരു കോളം വരും. അവിടെ നമുക്ക് സെലക്ട് ദി എക്സാം യു വുഡ് ലൈക്ക് ടു അപ്പിയർ, നമ്മൾ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എക്സാമും അതുപോലെ പേപ്പറും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ആ ഒരു എക്സാം എന്ന കോളത്തിൽ ഒരുപാട് എക്സാംസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നീറ്റാണ് നോക്കുന്നത്. സോ നീറ്റ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു.
നീറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഈ പേപ്പറിന്റെ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. പേപ്പറിന്റെ ഓപ്ഷനിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് ബയോളജി ക്ലിക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇനി നമുക്ക് സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ സ്റ്റാർട്ട് മോക്ക് ടെസ്റ്റ് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇവിടെ ഒരു ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസർ നെയിമും അതുപോലെ പാസ്വേഡും കൊടുക്കണം. അപ്പം അത് നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഡിഫോൾട്ട് ആയിട്ടുള്ള അവിടെ ഉണ്ട്. അത് വെച്ചിട്ട് തന്നെ നമ്മളിത് ലോഗിൻ ചെയ്യുക. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് പേജ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് വായിക്കാൻ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചിട്ട് ഇവിടെ ഒരു ടിക്ക് ചെയ്യാനുള്ള കോളം ഉണ്ട്. അവിടെ ഒരു ടിക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രൊസീഡ് എന്ന് പറയുന്ന കീ കാണാം. ആ പ്രൊസീഡ് എന്ന് പറയുന്ന കീയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ദേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാം. അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അത് സേവ് ആൻഡ് നെക്സ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, നമുക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അടിച്ചു പോയി 1 2 3 4 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാണ്ട് നമുക്കിപ്പം 1 കഴിഞ്ഞിട്ട് 23 ആണ് അറ്റൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാലറ്റ് നമുക്കിവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അങ്ങനെ അതുകൂടാണ്ട് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ടൈം റൺ ചെയ്യുന്നുണ്ട്. 3 hours ആണ് ഇവിടെ, അതായത് 180 minutes. അപ്പം നമ്മൾ ഫുൾ ആൻസർ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഫൈനൽ മാർക്കിങ്ങിന് ശേഷം സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ യെസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഫൈനൽ സബ്മിഷൻ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഫുള്ളി സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് റിസൾട്ട് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതാണ് ഇതിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫുൾ അനാലിസിസ് ഇപ്പം തന്നെ നമുക്കിവിടെ കിട്ടുകയാണ്. സോ നമ്മൾ ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എത്ര ക്വസ്റ്റ്യൻ കറക്റ്റായി, എത്ര ഇൻകറക്റ്റ് ആൻസർ ഉണ്ട്, പിന്നെ നമ്മുടെ സ്കോർ എന്താണ്, അതുപോലെ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്ത ഓപ്ഷൻ അത് റോങ് ആണോ കറക്റ്റ് ആണോ, അതുപോലെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്, ഇത്രയും ഓപ്ഷൻ വരുമ്പോഴത്തേക്കും നമ്മളെ അതിങ്ങനെ ഹെൽപ്പ് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ലെവല് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ നെഗറ്റീവായി കാണേണ്ട ആവശ്യമില്ല. നമ്മുടെ മിസ്റ്റേക്ക് എവിടെയാണോ അത് നമുക്ക് അനലൈസ് ചെയ്ത് ആ ഏരിയ ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പം ആക്ച്വലി നമ്മൾ റിവൈസ് ചെയ്യാണ്, നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മെമ്മറൈസ് ചെയ്യാണ്. വി ആർ ഡീകോഡിങ് എവറിത്തിങ്. ആൻഡ് മോക്ക് ടെസ്റ്റുകളുടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ദാറ്റ് വിൽ ഹെൽപ്പ് us ടു മാനേജ് ദ ടൈം മാനേജ്മെന്റിനാണ് അത് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കാണും, ഇവിടെ നമ്മൾക്ക് 90 questions ആണ്. ഇവിടെ നമുക്ക് 90 questions ആണ് ടോട്ടലി ഉള്ളത്. പക്ഷേ നമുക്ക് 180 minutes 180 questions ആണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ നമ്മൾ അതിനെ കണക്കാക്കാൻ പാടില്ല. കാരണം എക്സാം സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും ഒന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ടും ഒരു ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും നോക്കിയിട്ടും ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എഗെയിൻ വായിക്കാനുണ്ടാവും. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ കുറച്ചധികം സമയം ഒരു ക്വസ്റ്റ്യനിൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പല ക്വസ്റ്റ്യൻസും നമ്മൾ 1 മിനിറ്റ് എടുക്കാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇവിടെ 90 questions 180 minutes ആണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ ബയോളജിയാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 180 minutes എത്ര സമയമാണ് നിങ്ങൾ ബയോളജിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അതുപോലെ ഫിസിക്സിന് വേണ്ടി എത്ര ടൈം നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നു, കെമിസ്ട്രിക്ക് വേണ്ടി എത്ര ടൈം നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. ഇത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നിങ്ങൾ വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏബിൾ ആകും. ഇതാണ് മോക്ക് ടെസ്റ്റിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് നമ്മളെ പെർഫെക്റ്റ് ആക്കും. നമ്മൾ 100% ഓഫ് ദ സിലബസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ടൈം മാനേജ്മെന്റ് പ്രോപ്പർ ആയിട്ട് റെഡിയാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ഫെയിൽ ഫോർ ദ എക്സാം. അല്ലേ? കറക്റ്റ് അല്ലേ? യെസ്. സോ മോക്ക് ടെസ്റ്റുകൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ കരുതണം. ഓക്കെ. ആൻഡ് ഈ ഒരു 2-3 months ലാസ്റ്റ് 2-3 months നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മാൻഡേറ്ററി ആയിട്ട് തന്നെ കരുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ 8 to 10 hours നിർബന്ധമായിട്ടും പഠിക്കണം. മിനിമം 8 to 10 hours ആണ്. ഒരു 12, 14, 13 ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഇരുന്നാലും ദാറ്റ്സ് ഗുഡ്. അതുപോലെ നമ്മൾ ഫുൾ ടൈം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒട്ടും റിലാക്സേഷൻ ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആക്കും അല്ലേ? അതുകൊണ്ട് ഒരു 30-40 minutes
30-40 എന്നാണ്. 30-40 മിനിറ്റ്സ് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനോ റിലാക്സേഷന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആൻഡ് ഹെൽത്തി ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രോപ്പർ സ്ലീപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ എത്ര അവേഴ്സാണ്? ഒരു 6 to 7 hours ഓഫ് സ്ലീപ്പ് ഇസ് ഇനഫ്. 6 to 7 hours ഓഫ് സ്ലീപ്പ് വേണം. നിങ്ങൾ തീരെ ഉറങ്ങാണ്ട് 2-3 മണിക്കൂറൊക്കെ ഉറങ്ങി ബാക്കി ഫുള്ളി ഇരുന്ന് പഠിക്കരുത്. ദാറ്റ് വിൽ നെഗറ്റീവ്ലി അഫക്റ്റ് അസ്. ഓക്കെ, അതുപോലെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് റീൽസ് ആയിരിക്കാം നമുക്ക് ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ചാറ്റിങ്. നമ്മുടെ ഫ്രണ്ട് എത്ര പഠിച്ചു, നമ്മൾക്ക് അവളുടെ അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവൻ്റെ അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യണം. അതുപോലെ നെഗറ്റീവ് സറൗണ്ടിങ്സ്, അത് ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളായിരിക്കാം. നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് തോട്ട്സ് എങ്ങനെയൊക്കെ വരുന്നോ ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമ്മൾ ഒഴിവാക്കുക, നമ്മളത് അവോയ്ഡ് ചെയ്യുക. നമ്മളത് ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെങ്കിലും ഇതിന് ഇറങ്ങി പുറപ്പെട്ടൂലേ, അപ്പം നമ്മളത് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഡ്രീം എന്ന് പറയുന്നത്, നമ്മുടെ എയിം എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒരു ബാറ്റിലായിട്ട് കാണും. ആൻഡ് യു ആർ ദ ബാരിയേഴ്സ്. പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത്, പ്രവർത്തിക്കാനുള്ള സമയമാണിത്. സോ ടേക്ക് ആക്ഷൻ നൗ. റെഡി, ഗെറ്റ്, സെറ്റ്, ഗോ. താങ്ക് യു.